ഹലോ. ഒരിക്കലുണ്ടല്ലോ ഒരു ഭാര്യയും ഭർത്താവും കാഴ്ച ബംഗ്ലാവ് കാണാൻ പോയി. ആ മനോഹരമായ സ്ഥലത്ത് ഒരുപാട് കാഴ്ചകൾ കണ്ട് അവർ ആസ്വദിച്ച് നടക്കുമ്പോൾ കുറച്ചകലെയായി രണ്ട് കുരങ്ങുകൾ വളരെ സന്തോഷത്തിൽ ആർത്തുല്ലസിച്ച് അവരുടെ പ്രണയം പങ്കിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പിച്ചിയും മാന്തിയും പരസ്പരം വാലുകളിൽ പിടിച്ചും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ട് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നോക്കൂ, ആ കുരങ്ങുകളുടെ പ്രണയം എത്ര സുന്ദരമാണ്, വാട്ട് എ റൊമാൻസ്. ഭർത്താവ് ഭാര്യയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ഒരു ചെറിയ കല്ലെടുത്തു കൊടുത്തു. ആ കല്ല് ആ കുരങ്ങുകൾക്ക് നേരെ എറിയാൻ അയാൾ ആവശ്യപ്പെട്ടു. അവൾ അപ്രകാരം ചെയ്തു. പെട്ടെന്ന് ആൺകുരങ്ങ് ഇണയെ ഉപേക്ഷിച്ച് മരത്തിലേക്ക് ഓടിക്കയറി. അവർ അവിടുന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. കാഴ്ച ബംഗ്ലാവിന്റെ മറ്റൊരു ഭാഗത്ത് രണ്ട് സിംഹങ്ങൾ കൂടിന്റെ രണ്ടു വശത്തായി ഇരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഇവരുടെ ഇടയിൽ പ്രണയമില്ല. ആ ആൺസിംഹത്തിന് എന്തൊരു ക്രൗര്യമാണ്. അത് ഇണയെ പെൺസിംഹത്തെ നോക്കുന്നതേയില്ല. ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും ഒരു കല്ലെടുത്ത് ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. ആ കൂട്ടിലേക്ക് എറിയാൻ ആവശ്യപ്പെട്ടു. ആ സ്ത്രീ കല്ല് വലിച്ചെറിഞ്ഞ നിമിഷം കൂടിന്റെ ഒരു ഭാഗത്ത് പതുങ്ങിയിരുന്ന സിംഹം, ആൺസിംഹം, വളരെ ക്രൗര്യത്തോടുകൂടെ അവർക്ക് നേരെ കുതിച്ചു. കാരണം ആ കല്ല് വന്ന് പതിച്ചത് തൻ്റെ ഇണയായ പെൺസിംഹത്തിന്റെ പുറത്തായിരുന്നു. ആ കൂടിനടുത്ത് നിന്ന് അവർ ഭയപ്പെട്ട് മാറി നടക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, സ്നേഹം പ്രകടനം മാത്രമാകരുത്, ആപത്ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നതാണ് യഥാർത്ഥ പ്രണയം. ശരിയല്ലേ? മനോഹരമായൊരു ജീവിത നിരീക്ഷണമുണ്ട് അവിടെ. ചില ആളുകളൊക്കെ സ്നേഹം വാരിക്കോരി പ്രകടിപ്പിക്കും, വളരെ സോഫ്റ്റായി നമ്മളോട് സംസാരിക്കും, ഏറ്റവും ഹൃദ്യമായി പെരുമാറും. പക്ഷേ അപകടഘട്ടങ്ങളിൽ നമ്മുടെ ഒപ്പം നിൽക്കണമെന്ന് യാതൊരു നിബന്ധനയുമില്ല. പലപ്പോഴും പരസ്പരം ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നത്, നിനക്ക് കുറെ കൂടെയൊക്കെ റൊമാൻറ്റിക് ആകാം, കുറെ കൂടെയൊക്കെ സ്നേഹത്തോടെ പെരുമാറാം, നിന്റെ സ്നേഹം പ്രകടിപ്പിക്കണം. ഇങ്ങനെ നിരന്തരമായ ആവശ്യങ്ങളാണ്. അതുകൊണ്ട് പലരും പ്രകടിപ്പിക്കാത്ത സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ വിട്ട് മറ്റു പലരുടെയും പുറകെ പോകാറുമുണ്ട്. പ്രകടിപ്പിക്കപ്പെട്ട എല്ലാ സ്നേഹങ്ങളും പരിശുദ്ധമാണ് എന്നൊന്നും കരുതരുത് കേട്ടോ. ഒരാപത്ഘട്ടത്തിൽ അവരൊന്നും നമ്മുടെ ഒപ്പം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പുറമേ പരുക്കനാണ് എന്ന് കരുതുന്ന ഒരു ജീവിത പങ്കാളി ആയിരിക്കാം നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അവർക്കൊരിക്കലും നമ്മളെ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല. ഒരുപക്ഷെ പൈങ്കിളി കഥകളിലൊക്കെ കാണുന്ന കാമുകന്മാരെ പോലെയോ ഭർത്താക്കന്മാരെ പോലെയോ സ്നേഹത്തിന്റെ പാലൊഴുകുന്ന വാക്കുകൾ അവർക്ക് പറയാൻ അറിയണമെന്നില്ല. അറിയാമെങ്കിലും അവർ പ്രകടിപ്പിക്കണമെന്നുമില്ല. യഥാർത്ഥ സ്നേഹം എപ്പോഴും സംരക്ഷിക്കുന്ന സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം ആപത്ഘട്ടങ്ങളിൽ ഇട്ടെറിഞ്ഞു പോകാത്ത സ്നേഹമാണ്. അതുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്ന് പരാതി പറയുമ്പോഴൊക്കെ നമ്മൾ ഉറപ്പിക്കണം, ഒരുപാട് പ്രകടനങ്ങൾ നടത്തുന്നവരെല്ലാം ആത്മാർത്ഥതയുള്ളവരല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മുടെ പങ്കാളിയുടെ ഹൃദയം ശിലാതുല്യമാണ്. അതെ, ആ ശിലയ്ക്കുള്ളിൽ കന്മദമുണ്ട്. കന്മദം എന്താണെന്ന് അറിയാമോ? പാറയ്ക്കുള്ളിലെ ദ്രവരൂപത്തിലെ തേനാണത്. പാറയ്ക്കുള്ളിലെ മധുരമൂറുന്ന തേനിനെയാണ് കന്മദം എന്ന് പറയുന്നത്. വേദഗ്രന്ഥത്തിൽ ഹണി ഫ്രം ദ റോക്ക്, ശിലയിൽ നിന്നുള്ള തേൻ എന്നൊരു പ്രയോഗമുണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഹെബ്രായ കവി സങ്കീർത്തനത്തിലും ദിനവൃത്താന്തത്തിലുമൊക്കെ ആവർത്തിച്ച് പറയുന്ന വാക്കാണത്. ഇസ്രായേൽ ഭയത്തോടും ബഹുമാനത്തോടും കൂടെ കണ്ടിരുന്ന ദൈവത്തിൻ്റെ കരുതലിനെ, ദൈവം അവരെ വഴി നടത്തുന്നതിന് നടത്തിയൊരു പ്രയോഗമാണ് ഹണി ഫ്രം ദ റോക്ക്. ദൈവം കാർക്കശ്യക്കാരനായിരുന്നപ്പോഴും തൻ്റെ ജനത്തോട് സ്നേഹമുണ്ടായിരുന്നു, അവരെ കരുതിയിരുന്നു, അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു. ആൻഡ് ദാറ്റ് ഷോസ് God's ability to nourish and sustain them. ചിലരൊക്കെ അങ്ങനെയാണല്ലോ, പുറമേ പരുക്കനാണെങ്കിലും ഉള്ളിൽ അവർക്ക് സ്നേഹാർദ്ര ഭാവങ്ങളുണ്ട്. അവരെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം അവർ മാത്രമേ എപ്പോഴും കൂടെ ഉണ്ടാവുകയുള്ളൂ. നിന്നോട് ഞാനും പറയുന്നു, കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.